കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവതാരങ്ങൾ തേടിയെത്തിയോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ ബിനോയ് വിശ്വത്തിന് രൂക്ഷ മറുപടിയുമായി പിണറായി വിജയൻ. CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ അവതാരങ്ങൾ കടന്നുകൂടിയിരുന്നോ എന്ന് ആദ്യം പരിശോധിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. തീർച്ചയായും അത് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിക്കുന്നത് നല്ലതാണല്ലോ. അതിന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടികൾക്കും അതിന്റെ ബാധ്യതയുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കലാണ്. അതാണ് ആദ്യം നടത്തേണ്ടത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് തെറ്റായി കാണുന്നില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വെള്ളാപ്പള്ളിയോടുള്ള സമീപനം തെറ്റായിപ്പോയെന്ന് CPIM തെറ്റുതിരുത്തൽ രേഖ പുറത്തു വന്നിരുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം സമുദായത്തിനെതിരായിരുന്നു. പാർട്ടി വേണ്ട വിധത്തിൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്നാണ് കണ്ടെത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ കേരളീയ സമൂഹം പൊതുവിലെടുത്തത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ളൊരു സംസാരമായിട്ടാണ്. അതിനെക്കുറിച്ചുള്ള പ്രതികരണം പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയിരുന്നു. ആ പ്രതികരണം അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചായില്ല എന്ന പൊതുവിമർശനം വന്നിരുന്നു. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തത്. അതാണ് ഉണ്ടായത്. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എതിരെ ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയുന്നു പിണറായി വിജയൻ. അതിൽ CPI ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി തന്നെ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ബിനോയ് വിശ്വത്തിന്റെ പരാമർശം, അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പിണറായി വിജയൻ അത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. തന്റെ പേരിൽ അവതാരങ്ങൾ വരേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ബിനോയ് വിശ്വം ഇത് വിമർശിച്ചത്. തോൽവിക്ക് ശേഷം, അതായത് മുഖ്യമന്ത്രി വകുപ്പിൽ ഓഫീസിൽ ഈ അവതാരങ്ങൾ അടുത്തു വന്നോ അകത്ത് കയറിയോ എന്ന് പരിശോധിക്കുമെന്നായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത്. അതിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അക്കാര്യം പരിശോധിക്കാം, എല്ലാ പാർട്ടികൾക്കും, മുന്നണിയിലുള്ള എല്ലാ പാർട്ടികൾക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ബിനോയ് വിശ്വം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ അവിടെയാണ് അവതാരങ്ങൾ വന്നോ എന്ന് ആദ്യം പരിശോധിക്കണമെന്ന രൂക്ഷ പ്രതികരണമാണ്, വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, വെള്ളാപ്പള്ളി നടേശനെ CPIM തള്ളി പറഞ്ഞിരുന്നു. ഈ തോൽവി പഠിച്ചപ്പോൾ എവിടെയാണ് പരാജയപ്പെട്ടതിന് കാരണം പരിശോധിച്ചപ്പോൾ വെള്ളാപ്പള്ളിയെ എതിർക്കുന്നതിൽ കാര്യമായ ഒരു വീഴ്ച ഉണ്ടായി എന്നൊരു കണ്ടെത്തലാണ് ഉണ്ടായത്. അതും പരാജയത്തിന് കാരണം എന്നൊരു കണ്ടെത്തലുണ്ടായിരുന്നു. അതാണ് ഇന്ന് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. അദ്ദേഹത്തെ ആഗോള അയ്യപ്പ സംഗമത്തിലാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ വന്നത്. അന്ന് വലിയ വിമർശനം അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF അടക്കം ഉന്നയിച്ചതാണ്. എന്തായാലും ആ കാറിൽ കയറ്റിയത് തെറ്റായി കാണുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പ്രസ്താവനകൾ അത് കേരള സമൂഹം കണ്ടത്, മതേതര കേരളം കണ്ടത്, അത് മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള ഒരു വാക്കുകളായിട്ടാണ് കണ്ടത്. അതാണ് തെറ്റായിപ്പോയി. അതിൽ കാര്യമായ പ്രതികരണം നടത്തിയിരുന്നില്ല CPIM എന്നാണ് കണ്ടെത്തിയത്. അത് തെറ്റായിപ്പോയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നത്. നേരത്തെ പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിന്റെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല, CPIM നേതാക്കൾ പ്രതികരിച്ചില്ല. അതും തോൽവിക്ക് കാരണമായൊരു കണ്ടെത്തലാണ് പിന്നീട് ഉണ്ടായത്. അതിലാണ് ഒരു വിശദീകരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നത്. സ്വാതി. ശരി ബിനിൽ.